ഡോക്ടർ, അപ്പോൾ ഈ ആസ്മയും അലർജിയും തമ്മിൽ കണക്റ്റഡ് ആണോ? ബേസിക്കലി അലർജിക് മാർച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ പറയുന്ന പോലെ ചില വ്യക്തികൾക്ക് അലർജി പ്രോഗ്രസ് ചെയ്തിട്ടാണ് ആസ്മ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് ചെറിയ തുമ്മലായിട്ടായിരിക്കും ചിലർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ണ് ചൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്. ഇപ്പൊ കണ്ണ് ചൊറിച്ചില്, മൂക്ക് ചൊറിച്ചില്, തുമ്മലൊക്കെ ആകുമ്പോൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. കണ്ണ് ചൊറിച്ചിലാകുമ്പോൾ അലർജിക് കൺജക്ടിവൈറ്റിസ്. ചിലർക്ക് സ്കിന്നിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ചിലർക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ അലർജിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അപ്പൊ കുറച്ച് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ അലർജിയുടെ സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് ചിലർക്ക് ഇത് അപ്പർ എയർവേയിൽ നിന്ന് ലോവറിലോട്ട് വരുമ്പോൾ ശ്വാസകോശത്തിൽ അകത്ത് ബ്രോങ്കിയോൾസിനകത്ത് റിയാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആസ്മ ആവുന്നത്. ഈ ആസ്മാറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ടെമ്പററി ആണ്. ഓക്കെ, കുറച്ചു നേരത്തേക്ക് ഇത് അടയത്തുള്ളൂ. ശ്വാസകോശത്തിന്റെ കുഴൽ പെട്ടെന്ന് നിവരുകയും ചെയ്യും. അതാണ് ആസ്മയും COPDയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇത് കൊണ്ടുണ്ടാകുന്ന ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഉണ്ടാവുന്ന കുഴലുകളുടെ അടപ്പ് അല്ലെങ്കിൽ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആസ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അലർജി കാരണം ആസ്മയിലോട്ട് പ്രോഗ്രസ് ചെയ്യാം ഡെഫിനറ്റ്ലി. ഇല്ലാത്ത ഈ പറഞ്ഞ വേറെ കാരണങ്ങളും ഉണ്ട് ആസ്മ ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ ഡോക്ടർ, നമുക്ക് എന്തെങ്കിലും മറ്റൊരു കോൾ ഉണ്ടായിരുന്നു, നോക്കാം. ഹലോ നമസ്കാരം. ചേട്ടാ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. എനിക്ക് 78 വയസ്സുണ്ട്. എനിക്ക് രാവിലെ തുമ്മല്, ഈ തണുപ്പ് കാലത്ത് ആ തുമ്മല്, തണുപ്പടിക്കുമ്പോഴാ കൂടുതൽ തുമ്മല്. അതെന്തുകൊണ്ടാണ്? തണുപ്പിന്റെ ആണ്, എന്തുകൊണ്ടാണ്? ഈ ചിലർക്ക് ഈ പറയുന്ന പോലെ കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് ഇങ്ങനത്തെ ഒരു അലർജിക് റൈനൈറ്റിസ് പോലെയാണ് ഇപ്പൊ സാറ് പറയുന്നത്. ഓക്കെ, ചില പർട്ടിക്കുലർ കാലാവസ്ഥയിൽ, ഫോർ എക്സാമ്പിൾ ചിലർക്ക് തുമ്മല് ഉണ്ടാവുന്ന തണുപ്പ് കാലാവസ്ഥയിലായിരിക്കും. കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലൊക്കെ കാണും ചിലപ്പോൾ ഇതിന്റെ കൂടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പോലെ അതിന്റേതായ ഒരു ചികിത്സയുണ്ട്. ഫോർ എക്സാമ്പിൾ ചിലർക്ക് നമ്മൾ രോഗിയെ കണ്ട് പരിശോധിച്ചതിന് ശേഷമാണ് അതിന് തീരുമാനം എടുക്കുന്നത്. ഓക്കെ, നെഞ്ച് പരിശോധിക്കണം, ഒപ്പം കാതും മൂക്കും തൊണ്ടയും പരിശോധിക്കണം. അപ്പോൾ ഒരു ENT ഡോക്ടറെയോ അല്ലെങ്കിൽ പൾമണോളജി ഡോക്ടറെയോ ഒന്ന് കാണുക, അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ ഡോക്ടറെ കാണുക, എന്നിട്ട് ഇത് പരിശോധിക്കുക. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ബ്ലഡും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബ്ലഡിൽ ഈസ്നോഫിലിയ ഉണ്ടോ, IG കൗണ്ട് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കുക. ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഡോക്ടർ തീരുമാനം എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഡസ്റ്റ് അടിക്കുന്നത് കൊണ്ടും ചിലർക്ക് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ. അപ്പൊ നമ്മുടെ ജോലി എന്താണോ അതും ബേസ് ചെയ്തിരിക്കും ചിലർക്ക്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഡസ്റ്റ് എക്സ്പോഷർ കൊണ്ടുണ്ടാവാം. ഓക്കെ, തണുപ്പ് കാലം മാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തണുപ്പായിരിക്കാം ചിലർക്ക്. അപ്പൊ അതെന്താണെന്നുള്ളത് ഡോക്ടറെ കണ്ട് പരിശോധിക്കണം കേട്ടോ. സ്റ്റീം എടുക്കുന്നതിന് വലിയ ദോഷമൊന്നുമില്ല കേട്ടോ.